ഹായ് ഓൾ, പുതിയൊരു കേക്ക് വ്ലോഗ് കാണാം. ഇത് നമുക്ക് 3 കേക്കാണ് കേട്ടോ സെറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ തലേ ദിവസമാണ് ഈ ഒരു സ്പഞ്ചസൊക്കെ റെഡിയാക്കണത്. അപ്പോൾ 2 കേക്കിനുള്ള ഓർഡറാണ് നമുക്ക് ആദ്യം വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു കേക്കിൻ്റെ ഓർഡർ നമുക്ക് കുറച്ച് അത്യാവശ്യം ലേറ്റായിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ചെയ്തിട്ടില്ല. അതിൻ്റെ സ്പഞ്ച് ഞാൻ സെപ്പറേറ്റ് ആണ് ഞാൻ ബേക്ക് ചെയ്തിട്ടുള്ളത്. ഞാൻ എല്ലാ സ്പഞ്ചും സ്റ്റൗ ടോപ്പിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കേക്കിലേക്കുള്ള ഒരു കേക്ക് നമുക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് ആണ്. അപ്പോൾ അതിലേക്ക് ഞാൻ ആ ബാറ്ററിലേക്ക് കൊക്കോ പൗഡർ ആഡ് ചെയ്തിട്ട് സെപ്പറേറ്റ് ഞാൻ ചെയ്യണില്ല. ഒരേ ബാറ്റർ ഒന്നിച്ച് ചെയ്തിട്ട് പിന്നെ കൊക്കോ പൗഡർ ആഡ് ചെയ്തിട്ട് ആ ഒരു ബ്ലാക്ക് ഫോറസ്റ്റിനുള്ള ബാറ്റർ റെഡിയാക്കുക. അങ്ങനെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്പഞ്ചസൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് 1 കിലോ വെയിറ്റ് വരുന്ന വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് കേട്ടോ. നമ്മൾ 5 ലെയേഴ്സ് ആയിട്ടാണ് കേക്ക് കട്ട് ചെയ്തിട്ടുള്ളത്. 6 ഇഞ്ചിലാണ് കേക്ക് ബേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ക്രം കോട്ടിങ്ങും കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. ഈ ഒരു കേക്ക് അത്യാവശ്യം ഹൈറ്റിൽ കിട്ടിയിട്ടുണ്ട്. നമ്മളടുത്ത് മോഡലൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഇക്കാക്കൻ്റെ മോൾക്കുള്ള കേക്കാണ്. ആളുടെ ബ്രദർ നമുക്ക് സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ തന്നൊരു ഓർഡറാണ് കേട്ടോ. അപ്പോൾ നമ്മളിഷ്ടത്തിന് ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ റിബൺ ടൈപ്പ് ഇപ്പോൾ കൂടുതലും ആ ഒരു ഏജിലുള്ള കുട്ടികൾ കൂടുതലും ആ ഒരു ടൈപ്പിലുള്ള കേക്കാണ് കൊണ്ടുപോകാറുള്ളത്. എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ആക്കാമെന്ന് വിചാരിച്ചു. ഞാനൊരു പുതിയ കളറിൽ നമ്മളൊരു പുതിയ റിബൺ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് വെച്ചിട്ട് തന്നെ ചെയ്ത് നോക്കാമെന്നുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ അടുത്ത് നമ്മളെ പിൻട്രസ്റ്റിലൊരു കേക്കിൻ്റെ ഒരു മോഡൽ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുപോലെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. അപ്പോൾ ഞാൻ ഈ മാർക്ക് ചെയ്യാതെ ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കിയതാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തകരാറ് അതിന് കാണാനുണ്ട് കേട്ടോ. അത്രയും നീറ്റായിട്ടൊന്നുമല്ല കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൽ നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ആ ഒരു ടൈപ്പിലുള്ള ഫ്ലവേഴ്സ് ഇപ്പോൾ നമ്മളെ കയ്യിലില്ലാത്തതുകൊണ്ട് ആ ഒരു റിബണ് മാച്ചായിട്ടുള്ള ഒരു ഫ്ലവേഴ്സ് തൽക്കാലം ഞാൻ ചെറിയ പൂക്കളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് മോഡൽ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ചെയ്ത് ഒന്ന് നമ്മൾ കേക്ക് ചെയ്യുമ്പോൾ നമുക്കിതിനുള്ള കമൻറ്റും റിവ്യൂസൊക്കെ പറയാനും നമ്മളെ ഹസ്ബൻഡും മോനൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചെയ്ത് ഞാൻ ചോദിക്കാറുണ്ട് കേക്ക് എങ്ങനെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഫ്ലവേഴ്സൊക്കെ വെച്ച് ലാസ്റ്റാണ് കേട്ടോ ഞാൻ ചോദിച്ചത്. അപ്പോൾ പറഞ്ഞു ആ ഒരു ഫ്ലവേഴ്സ് മാറ്റിയ നന്നായിരുന്നു, അതെന്തോ ഭയങ്കര ബോറായിട്ട് നിൽക്കുന്നുണ്ടെന്ന് തോന്നി. അപ്പോൾ ഞാൻ ഈ ഒരു ഫ്ലവേഴ്സ് ഇങ്ങനെ വെച്ചിട്ട് ബാക്കിയുള്ള ഗ്യാപ്പിലൊക്കെ നമ്മൾ ആ ഒരു റിബൺ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാമെന്നാണ് കേട്ടോ എൻ്റെ ഒരു പ്ലാനിങ്ങിലുള്ളത്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ പുതിയ റിബൺ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കളർ വെച്ചിട്ടുള്ള കേക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ അത് വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ അവർക്കൊന്നും ആ ഒരു ഫ്ലവേഴ്സ് ഇഷ്ടമായിട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ആ ഒരു ഫ്ലവേഴ്സൊക്കെ ഒന്ന് റിമൂവ് ചെയ്യണം കേട്ടോ. പിന്നെ ആ ഒരു ഗ്യാപ്പിലേക്ക് ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനുള്ള ടൈമില്ല. കാരണം അടുത്ത കേക്കുകളൊക്കെ നമുക്ക് പെട്ടെന്ന് തീർക്കാനുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ അതിന് അധികം ടൈം കൊടുത്തില്ല. ആ ഒരു ഫ്ലവേഴ്സൊക്കെ മാറ്റിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിങ്ങനെ ഡോട്ട്സൊക്കെ കൊടുത്ത് ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ മുകളിലുള്ള ഫ്ലവേഴ്സ് അതും മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുകളിൽ ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മൾ ക്രീം അധികം നമ്മൾ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടില്ല. ഒരുമിച്ചാണ് നമ്മൾ ഫൈനൽ കോട്ടിങ്ങും ഡിസൈനിങ്ങും ഒക്കെ ചെയ്തത്. അതുകൊണ്ട് പിന്നെ അധികം റിസ്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ ആ ഒരു ഭാഗം ഫിനിഷ് ചെയ്ത് കിട്ടാൻ. ടോപ്പർ വെച്ചപ്പോൾ എനിക്കത് വലിയ ഇഷ്ടമായില്ല. അതുകൊണ്ട് ഞാൻ ആ ടോപ്പറും അതിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ക്രീം വെച്ചിട്ട് നെയിം എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് ഇതിൽ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ആ ഒരു കേക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ ഒരു കേക്ക് 1.5 കിലോ വെയിറ്റ് വരുന്ന വനില കേക്കാണ്. നമ്മൾ 7 ഇഞ്ചിലാണ് കേട്ടോ കേക്ക് ബേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് 6 ലെയേഴ്സ് ആയിട്ടാണ് കേക്ക് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. 2 7 ഇഞ്ചിൻ്റെ ടിന്നിലാണ് ഞാൻ കേക്ക് ബേക്ക് ചെയ്തത്. അപ്പോൾ ഈ ഒരു കേക്കിൽ നമ്മൾ മോഡൽ കസ്റ്റമർ കറക്റ്റ് റെഫറൻസ് പിക്കൊന്നും നമുക്ക് തന്നിട്ടില്ല. ആ ഒരു മോഡൽ നമ്മളെടുത്ത മോഡൽ ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള കുറേ മോഡലൊക്കെ അയച്ചപ്പോൾ അവരൊരു യൂണിക്കോണിൻ്റെ പിക്കാണ് കേട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് അത്യാവശ്യം നല്ല ഹെവി വർക്കാണ്, അതുപോലെ ഫോണ്ടൻ വർക്കാണ്. അപ്പോൾ അവർ പറഞ്ഞു അത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി മതി, നമ്മൾ പ്രിൻറ്റ് വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മളെ കയ്യിൽ സ്റ്റോക്കുള്ള പ്രിൻ്റാണ് കേട്ടോ. അപ്പോൾ യൂണിക്കോണിന് മാച്ചായിട്ടുള്ള ഈ ഒരു പിങ്ക് കളർ ഞാൻ സെലക്ട് ചെയ്തതാണ്. അവർ നമ്മളടുത്ത് പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ കേക്ക് മാച്ചായിട്ടുള്ള അതുപോലെ ഈ ഒരു റെയിൻബോ അതുപോലെ ഈ ഒരു യൂണിക്കോണൊക്കെ കറക്റ്റായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു, സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ ഒന്നുകൂടെ ഈസി ആയിരുന്നു കേട്ടോ. പിന്നെ കറക്റ്റ് റെഫറൻസ് പിക്ക് പറയാത്തത് കൊണ്ട് ഒന്നുകൂടെ ഈസി ആയിരുന്നു. മോളുടെ നെയിം നമ്മൾ ഫോണ്ടൻറ്റിലാണ് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിന് മാച്ചായിട്ട് എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കണമല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് സ്റ്റാർസ് വെക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അവർ ഫോണ്ടൻ്റ് അധികം യൂസ് ചെയ്യണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് അത് മാറ്റിയിട്ട് ഞാൻ പിന്നെ ബട്ടർഫ്ലൈസും അതുപോലെ ക്രീമിൽ നമ്മൾ കുറച്ച് 3 കളേഴ്സ് ആഡ് ചെയ്തിട്ട് ക്രീം ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനൊന്നൊരു ആ ഒരു റെയിൻബോക്ക് മാച്ച് ആകുമ്പോൾ കേക്ക് ഒന്നുകൂടെ ഒരു ഭംഗി തോന്നി കേട്ടോ എനിക്ക്. അതുകൊണ്ട് ഫോണ്ടൻ്റ് ഒട്ടും യൂസ് ചെയ്യേണ്ട, നെയിം മാത്രം മതി എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്.
അപ്പോൾ ആ ഒരു കേക്കിൻ്റെ വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതൊരു ടോൾ കേക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ 2 ബോക്സ് ജോയിൻ ചെയ്തിട്ടാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിവിടെ അടുത്തേക്കുള്ള കേക്ക് തന്നെയാണ്. അപ്പോൾ 2 ബോക്സ് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്യാപ്പിൽ കേക്ക് പുറത്തേക്ക് കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മൾ കവറിലാണ് കൊണ്ടുപോവുക. അപ്പോൾ അതിലേക്ക് അങ്ങനെ പുറത്തേക്ക് ആ ഗ്യാപ്പിൽ പ്രശ്നം ഉണ്ടാവില്ല. ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ ആ സൈഡിൽ നമ്മളെ കേക്കിൻ്റെ ടോപ്പേഴ്സിൻ്റെ ഒക്കെ ഒരു പീസ് കാർഡ്ബോർഡ് പീസ് വരുമല്ലോ, അതാണ് കേട്ടോ വെച്ച് കൊടുക്കാറ്. അപ്പോൾ ഗ്യാപ്പ് ഉണ്ടാവില്ല. അപ്പോൾ എനിക്കത് നേരിട്ട് കൊണ്ടുപോയി കൊടുക്കാനുള്ള കേക്കാണ്. അപ്പോൾ ഞാൻ അതായിട്ട് അവിടെ കൊണ്ടുപോയി കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒരു കിലോ വെയിറ്റ് വരുന്ന ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ്. ഇതൊരു ആനിവേഴ്സറി കേക്കാണ് കേട്ടോ. അപ്പോൾ ഇതിന് നമ്മൾ ഓൾറെഡി ചെയ്ത ഒരു ഡിസൈൻ തന്നെയാണ് കസ്റ്റമർ ചൂസ് ചെയ്തിട്ടുള്ളത്. നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് ആ ഒരു മോഡൽ സെലക്ട് ചെയ്തിട്ട് നമുക്ക് അയച്ചു തന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ചെയ്താൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു കേക്ക് ബർത്ത്ഡേ കേക്കാണ്. അത് നമ്മൾ ഇവർക്ക് ആനിവേഴ്സറി കേക്കായിട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഉമ്മാൻ്റെ ഇപ്പാൻ്റെ ആനിവേഴ്സറിയാണ്. അപ്പോൾ അതുകൊണ്ട് ഹാപ്പി ആനിവേഴ്സറി എന്ന് എഴുതാനുള്ള സ്പേസ് എന്തായാലും കേക്കിന് മുകളിലില്ല. ഫോണ്ടൻറ്റിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ ഓൾറെഡി ചെയ്ത ഡിസൈൻ ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു കേക്കിൽ ഉമ്മ ഉപ്പ തന്നെ എഴുതി കൊടുക്കുക എന്നുള്ളത്. അങ്ങനെയുണ്ട്. അവർ നമ്മുടെ അടുത്ത് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഏകദേശം ആ ഒരു മോഡൽ ചെയ്താൽ മതി, ഉമ്മാൻ്റെ ഇപ്പാൻ്റെ ആനിവേഴ്സറി ആണെന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കേക്ക് നമ്മൾ കട്ട് ചെയ്തിട്ട് ആ ഒരു ഷേപ്പാക്കി എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു ഷേപ്പിലുള്ള ടിന്നുണ്ടായിരുന്നു. പക്ഷേ കേക്ക് ബേക്ക് ചെയ്തതിന് ശേഷമാണ് കേട്ടോ എനിക്കത് ഓർമ്മ വന്നത്. വെറുതെ ഇത്രയും ടൈം പോകില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡിലാണ് ഫോണ്ടൻ്റ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിലാണ് കേട്ടോ നമ്മൾ ഗോൾഡൻ ഡസ്റ്റ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഗോൾഡൻ ഡസ്റ്റും അതിൽ കുറച്ച് ഇവാപ്രെക്സും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഫോണ്ടൻറ്റിൻ്റെ മുകളിൽ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഫോണ്ടൻറ്റിൽ കട്ട് ചെയ്ത ഉടനെ തന്നെ ഞാൻ ഒന്നിൻ്റെ മുകളിൽ ആ ഒരു യൂന്നിൻ്റെ ലെറ്ററിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ആക്കി നോക്കിയിട്ടുണ്ടായിരുന്നു എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ പിന്നെ തോന്നി ഡ്രൈ ആക്കിയതിന് ശേഷം കേക്കിൽ വെച്ച് കൊടുക്കുമ്പോൾ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ നമ്മൾ ആ ഒരു ടൈമിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. ഇനി ആ ഒരു ഇവാപ്രെക്സ് മിക്സ് ചെയ്തിട്ട് അതിൻ്റെയൊക്കെ ഓരോ മുകളിലും നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ കേക്ക് പെട്ടെന്ന് വന്നൊരു ഓർഡറാണ് കേട്ടോ. ഇതാണ് നമുക്ക് ലാസ്റ്റ് വന്നൊരു ഓർഡർ. അപ്പോൾ അതും ആ ഒരു കസ്റ്റമർ ഈവനിങ്ങിൽ വരാമെന്ന് പറഞ്ഞിട്ട് ഇത് അത്യാവശ്യം വൈകിട്ടാണ് കേട്ടോ അവർ കൊണ്ടുപോയത്. അപ്പോൾ കേക്കൊക്കെ നമ്മൾ അവർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഓൾറെഡി ചെയ്ത ഡിസൈനാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ടെൻഷൻ ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അവർ മോഡൽ നമ്മൾ അയച്ച പിക്ക് പോലെ തന്നെ ചെയ്താൽ മതി. പിന്നെ ചേഞ്ചസ് വന്നാലും പ്രശ്നമില്ല. നമ്മൾ സ്ഥിരം കസ്റ്റമറാണ്. അവർക്ക് നമ്മളിങ്ങനെ ആക്കിയെന്ന് പറഞ്ഞാലും പ്രശ്നമില്ലാത്തൊരു കസ്റ്റമറാണ് കേട്ടോ. നമ്മളെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ബെറ്ററായി തോന്നുന്നതൊക്കെ ചെയ്യാമെന്നാണ് അവർ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ടെൻഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു ടൈമിൽ വീട്ടിൽ ചക്ക കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കുള്ളത് അവിടെ കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ ക്യാമറയിൽ നിന്ന് മാറ്റി വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണണേ. അപ്പോൾ താങ്ക് യു.